ഹായ്. നമ്മൾ ഇന്ന് മന്ദാകിനി സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിനോദ് ലീല സംവിധാനം ചെയ്ത മന്ദാകിനി എന്ന സിനിമ അൽതാഫ് സലീമും അനാർക്കലി മരിക്കാറുമാണ് നായകനും നായികയും. പിന്നെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഗണപതി ഉണ്ട്, ജാഫർ ഇടുക്കി, ലാൽ ജോസ്, പിന്നെ അജയ് വാസുദേവ്, പിന്നെ വിനീത് തട്ടില്. വിനീത് തട്ടിലാണ് മെയിൻ ക്യാരക്ടർ, ഒരു അളിയന്റെ ക്യാരക്ടർ. മൊത്തത്തിൽ ഒരു ചെറിയ സിനിമയാണ്. കുറെ തമാശകളും ഈ വിനീത് തട്ടിലാണ് കുറെ സിനിമനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. എനിക്ക് തോന്നിയത് കുറെ സ്ഥലത്ത് ചിരിക്കാനുണ്ട്, പക്ഷെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ ചിരിക്കാൻ കോമഡി ജോണർ നോക്കുമ്പോ ഓരോ വരിയിലും കോമഡി ഉണ്ട് അല്ലേ, അവരുടെ സംഭാഷണം. അല്ല, ആ ഒരു കോൺവെർസേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറുകളും പരിപാടികളൊക്കെ കുറെയൊക്കെ നല്ല രസമുള്ള സംഭവങ്ങളാണ്. പിന്നെ തൃശ്ശൂർ സ്ലാങ് ഉപയോഗിച്ചേക്കണോണ്ട് നമുക്ക് അല്ല, വിനീത് തട്ടില് മെയിൻ തൃശ്ശൂർ ഭാഷയാണ് സംസാരിക്കണം. അപ്പൊ അതിന്റെ സ്പീഡിൽ സംസാരിച്ചു പോകും, അതിന്റെ ഇടയിൽ കോമഡികൾ നമ്മൾ പിക്ക് ചെയ്ത് എടുക്കേണ്ടി വരും. ആ ഒരു നല്ല കൗണ്ടറുകളുണ്ട്. പിന്നെ കഥയൊക്കെ ഒരു ചെറിയൊരു കല്യാണത്തിന്റെ തലേ ദിവസം, കല്യാണം നടക്കുന്ന അന്ന് മുതൽ പിറ്റേ ദിവസം വരെയുള്ള ഒരു കഥയാണ് സിനിമ. അപ്പൊ അതിന്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് പരിപാടികളും, ഈ മന്ദാകിനി എന്ന് പറഞ്ഞ ഒരു മദ്യമാണ്, ആ മദ്യം കുടിച്ചിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമൊക്കെയാണ് സിനിമയിൽ മെയിൻ ആയിട്ട് വന്നത്. ചെറിയ പ്ലോട്ടിനെ തുടക്കം മുതൽ അവസാനം വരെ അവർ കൊണ്ടെത്തിച്ചു, ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ഒന്ന് രണ്ട് സ്ഥലങ്ങളില് ഒരു ക്യാരക്ടറൈസേഷൻ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ നായകന്റെ എന്റെ അമ്മാരെ ക്യാരക്ടർ ചെയ്തത് ആരോമൽ എന്ന് പറഞ്ഞ നായകന്റെ ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ അമ്മ ക്യാരക്ടർ ഇതാണ്. സ്ത്രീയുടെ ഒരു ക്യാരക്ടറൈസേഷന്റെ ഒരു ചെറിയ പ്രോബ്ലം തോന്നിയിരുന്നു. അതായത് അത്രയും കൂളായിട്ടും എല്ലാരും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, എന്നിട്ട് അതിന്റെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റില് ലേഡിയാണെന്നാണ് പറഞ്ഞു വെക്കണത്. പക്ഷെ അല്ല, ഒരു ആവശ്യമില്ലാത്ത, അതായത് ആ തിരക്കഥയുടെ വെച്ച് നോക്കുമ്പോ ആ ക്യാരക്ടറിന്റെ ഒരു അങ്ങനെ ചെയ്യില്ല ആ ക്യാരക്ടർ. പക്ഷെ എടുത്തു വന്നപ്പോ തിരക്കഥയുടെ പാളിച്ചായിട്ടാണ് അങ്ങനെ തോന്നിയത്. നമുക്ക് അവിടെ ചെറിയ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ഭയങ്കര ഒരു കല്ലുകടിയും ഒരു ഇഷ്ടപ്പെടാത്തൊരു പോർഷൻ. അല്ല, അത് സ്പോയിലറാണ്. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ അനാർക്കലി കല്യാണപ്പെണ്ണാണ്. കല്യാണപ്പെണ്ണ് തെറ്റി ഒരു മദ്യം കുടിക്കുന്നതാണ് ഒരു സംഭവം. ഈ മദ്യം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പൊ ഇവരെല്ലാരും, ആ വീട്ടിലുള്ള എല്ലാരും, ആ ചെറുക്കന്റെ അമ്മ എല്ലാരും അത്യാവശ്യം മദ്യപിക്കുന്നുണ്ട്, ബീറൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ അനാർക്കലി അറിയാതെയാണ് സത്യത്തില് മദ്യപിക്കണത്. അല്ലാതെ അനാർക്കലി അറിഞ്ഞുകൊണ്ട് മദ്യപിക്കുന്നതല്ല. ഇവര് നായകന് കുടിക്കാൻ വേണ്ടി, ആരോമലിന് കുടിക്കാൻ വേണ്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുന്ന സാധനം കല്യാണപ്പെണ്ണ് അറിയാതെ എടുത്ത് കുടിക്കുന്നതാണ്. അപ്പൊ സത്യത്തിൽ അവിടെ എല്ലാരും കുടിച്ചിട്ടുണ്ട്, എല്ലാ സംഭവം ഉണ്ട്. പക്ഷെ ഈ അമ്മയുടെ ക്യാരക്ടർ ഒറ്റയടിക്ക് തന്നെ അവളുടെ വീട്ടിലും അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈ ആയിട്ട് പെട്ടെന്ന് ഫോം വിളിച്ച്, പെങ്ങളെ കൊണ്ട് ഫോം വിളിപ്പിച്ച് ലാൽ ജോസിനെ, അതായത് അനാർക്കലിയുടെ അച്ഛനമ്മേനൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു സീനാണ്. പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലാണ് കാണിച്ചത്. മദ്യപിക്കാന്നുള്ളൊരു കാര്യത്തിന് ഭയങ്കര മോശമായിട്ടാണ് ആ സ്ത്രീ ആ സമയത്ത് സംസാരിച്ചത്. പക്ഷെ അല്ല, ഈ ഒരു കല്യാണ പെണ്ണ് മദ്യപിക്കുക അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചിട്ട് ലാൽ ജോസ്, അതായത് കല്യാണ പെണ്ണിന്റെ അച്ഛനെ അമ്മേനെ അപ്പൊ തന്നെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവര് പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കുമ്പോ ഒറ്റയടിക്ക് ആ പെണ്ണ് പറയും, നിങ്ങൾ പോവാൻ നോക്കിയാ, എന്നിട്ട് വേറെ പ്രശ്നം ഞാൻ നോക്കിയോളാം. അതെ, ബോൾഡ് ക്യാരക്ടറിലേക്ക് ഷിഫ്റ്റ് ആയി പെട്ടെന്ന്. അല്ല, അനാവശ്യമായിട്ട്, അതായത് എന്തിനോ ആ അമ്മായിപ്പനെയും അമ്മായിമ്മേനെയും, അതായത് നായികയുടെ അനാർക്കലിയുടെ അച്ഛനമ്മേനെയും ആ സിറ്റുവേഷനിലേക്ക്, ആ രാത്രി സീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ട പോലെ ഒരു ഫീല് തോന്നി. എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒറ്റയടിക്ക് മാറി. അതെ, സെക്കൻഡ് ഹാഫ്. അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പൊ ഈ ലാൽ ജോസിനെ വിളിച്ചു വരുന്നത് അപ്പൊ ക്യാരക്ടറൈസേഷന്റെ പ്രശ്നമാണ്. അൽതാഫിന്റെ ആക്ടിങ് വളരെ അല്ല, പക്ഷെ സസ്റ്റെയിൻ ചെയ്താലും കുറച്ച് ബോറാണ് ചില സ്ഥലങ്ങളില്. അതായത് അവനാ ഒരു എല്ലാ സിനിമയിലും ഈ ഒരു ഭാവത്താൻ പിടുത്തുണ്ട്. അത് കുറച്ച് പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ആ ഒരു സൗമ്യനായിട്ടും നിന്നിട്ട് കൗണ്ടർ അടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ പ്രേമലുല് പക്കയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തിലും ആളൊരു സൗമ്യനാണ്, എന്നാ ആള് സീരിയസ് ആവേണ്ട സ്ഥലത്ത് സീരിയസ് ആവും.
അല്ല അങ്ങനത്തെ ഒരു സംഭവം വരുമ്പോ ഒരു ടൈപ്പ് കാസ്റ്റ് ഫീൽ തോന്നുന്നുണ്ട്. പിന്നെ പടത്തിലെ മ്യൂസിക്, പാട്ടുകളൊക്കെ നല്ല രസമുള്ള പാട്ടുകളായിരുന്നു, സിറ്റുവേഷനായിട്ട് ആപ്റ്റ് ആവുന്ന തരത്തില്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മഞ്ചാടി എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ഇഷ്ടമായി. ഗണപതിനെ കാണാൻ നല്ല ഗണപതി രസമുണ്ട്. അല്ല ഒരു ഹീറോ ലുക്കായി ഇപ്പോ, ഒരു പക്ക നായകനൊക്കെ ആയിട്ട് കാസ്റ്റ് ചെയ്യാം എന്ന തരത്തിലുള്ള ഒരു ഫിഗറും പരിപാടികളൊക്കെ ഗണപതിനെ കാണാൻ തന്നെ മൊത്തത്തില് നല്ല സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ട്. ഒരു പാട്ടും കിട്ടിയിട്ടുണ്ട്. മഞ്ചാടി എന്ന് പറഞ്ഞ പാട്ട് നല്ലൊരു പാട്ടാണ്, നല്ല രസമുള്ള പാട്ടാണ്, നല്ല മെലഡിയാണ്. അപ്പൊ അതെല്ലാരും ഒന്ന് കേട്ടു നോക്കാം. ഇപ്പൊ 2 ദിവസം മുമ്പ് ആ പാട്ട് റിലീസായിട്ടുണ്ട് യൂട്യൂബില്. അപ്പൊ എല്ലാരും അത് കേട്ട് നോക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ തന്നെയാണ്, നല്ല രസമൊക്കെ ഉണ്ട്. വിനീത് തട്ടിലാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അളിയന്റെ ക്യാരക്ടറിനാണ് 100 മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ സിനിമയിൽ. അതെ, ആളുള്ളതുകൊണ്ടാണ് ആ സിനിമ അത്രയും പിടിച്ചെന്നത്. കോമഡി എലമെന്റ് വന്നത് ആളുടെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടിങ് ആണ്. ഇപ്പൊ തങ്കം സിനിമയില് ആള് ഗംഭീര പ്രകടനമാണ് ആയിരുന്നു. വിനീത് ശ്രീനിവാസൻ, വിനീത് തട്ടില്, അവരുടെയൊക്കെ ബിജു മേനോന്റെ ഒക്കെ ഒപ്പം അടിപൊളി സെറ്റപ്പ് അഭിനയായിരുന്നു. ആള് ഇപ്പൊ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിൽ ലാൽ ജോസ് ഈ വിനീത് തട്ടിലിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ബിഹേവിങ് ആണ്. പിന്നെ ആള് സ്പോണ്ടേനിയസ് ആയിട്ട് കൈന്നിടുന്നുണ്ട്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. പണ്ടത്തെ ഇപ്പൊ കൊച്ചിൻ ഹനീഫ പോലെയുള്ള ആൾക്കാരുടെ പോലെ കയ്യിൽ നിന്ന് ആളിടുന്നുണ്ട്, നമുക്ക് ആളുടെ അഭിനയം കണ്ടാൽ തന്നെ അറിയാം. ഒരു നല്ല രീതിയിൽ ഒരു സീനെ നല്ല രീതിയിൽ അവസാനിപ്പിക്കുക ആൾ അഭിനയിച്ച് തുടങ്ങി, നല്ല രീതിയിൽ അത് തീർക്കും. അപ്പൊ തിയേറ്ററിൽ എല്ലാരും പോയി സിനിമ കാണാം, ഫാമിലിക്ക് ആയിട്ട് പോയിട്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. കണ്ടു മറക്കാം, ഒരു വട്ടം കണ്ട് മറക്കാവുന്ന ഒരു സിനിമ. ഈ അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന റിവ്യൂസ് നിങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയാലാണല്ലോ നിങ്ങൾക്ക് ആ ഒരു സിനിമ കാണണോ വേണ്ടോ തീരുമാനിക്കാനൊക്കെ പറ്റുള്ളൂ. സിനിമ ഒരു 3-4 ദിവസമായിട്ടുള്ള ഇറങ്ങിയിട്ട്. ഓക്കെ ബൈ.